ഇന്ന് നിങ്ങളെല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, അതൊരു വലിയ വിഷയമാണെങ്കിലും ഞാൻ വളരെ കുറച്ച് സമയം കൊണ്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണേ. അതാണ് നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷം അല്ലെങ്കിൽ സ്ട്രെസ്. സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് ഇന്നത്തെ വലിയൊരു വിഷയമാണ്. എല്ലാവരും എല്ലായിടത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം മാനേജ് ചെയ്യണമെങ്കിൽ അത് എന്താണ് എന്നാദ്യം നമ്മൾ അറിയണം. അതാണ് ഞാൻ ഇന്ന് പറയുന്നത്. എന്നിട്ട് പിന്നീട് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് എങ്ങനെയാണ് ഈ സംഘർഷങ്ങളെ മാനേജ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റും. ആദ്യം, എന്താണ് സംഘർഷം? വാട്ട് ഈസ് സ്ട്രെസ്? ഒരു ലളിതമായ നിർവചനം ഞാൻ തരാം. നമ്മുടെ ചില കഴിവുകൾ, ആ കഴിവുകളുടെ പുറത്തുനിന്നുണ്ടാകുന്ന ചില ഡിമാൻഡുകൾ അഥവാ പ്രഷർ, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത്. ഒരു 40 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്കൊരു വീട് വയ്ക്കണം. നമ്മൾ ഒരു 35 ലക്ഷം രൂപയുടെ വീട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് നമ്മൾ പ്ലാനൊക്കെ വരച്ച് വീട് വയ്ക്കുകയാണെങ്കിൽ സ്ട്രെസ് എവിടെ? 5 ലക്ഷം രൂപ പിന്നെയും നമ്മൾ കയ്യിൽ വെച്ചിരിക്കുകയാണ്. 40 ലക്ഷമുണ്ട്. അതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ. ആ പൊട്ടൻഷ്യൽ നിന്നുകൊണ്ട് അതിനേക്കാൾ താഴെയുള്ള ഡിമാൻഡ് വയ്ക്കുക ജീവിതത്തിൽ. ഇത് ഒരു പ്രായോഗികമായ അറിവാണ്, ബുദ്ധിയാണ്. അതായത് നമുക്കുള്ള പൊട്ടൻഷ്യലിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് സംഘർഷങ്ങൾ ഒഴിവാക്കി കൊണ്ടുപോകാം. മറ്റൊരു വശം എന്ന് പറയുന്നത്, നമുക്ക് ഡിമാൻഡ്സ് വരുന്നു, പ്രഷർ ഉണ്ടാകുന്നു. ബുദ്ധി കുറഞ്ഞ ഒരു കുട്ടി, അല്ലെങ്കിൽ IQ ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ഉള്ളൊരു കുട്ടി, പല രക്ഷകർത്താക്കൾക്കും ആവറേജ് ഇൻ്റലിജൻസ് ഉള്ളൊരു കുട്ടിയെ ഡോക്ടറാക്കണം. ഇത് ആ കുട്ടിയുടെ പുറത്തുണ്ടാകുന്ന ഒരു പ്രഷറാണ്. ഇല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കുറവാകുന്ന ഒരു കുട്ടിയുടെ പുറത്ത് ആ പേരൻസിൻ്റെ പ്രഷർ വരുമ്പോൾ കുട്ടിക്കും പേരൻസിനും ഒരുപോലെ വരുന്നതാണ് ഈ സംഘർഷം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സംഘർഷങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കൊക്കിലൊതുങ്ങാത്തത് കൊത്താൻ നടക്കുക. ഇതിനും 2 വശമുണ്ട്. ഒന്ന്, നമ്മൾ ഉള്ളത് കൊണ്ട് ഒതുങ്ങുക എന്നുള്ളത് എപ്പോഴും നല്ലതാണോ? നമ്മൾ കുറച്ചും കൂടി നമ്മുടെ പൊട്ടൻഷ്യൽ ഉയർത്താൻ ശ്രമിച്ചുകൂടെ? അപ്പോൾ 2 കാര്യം നമുക്ക് ചെയ്യാം സ്ട്രെസ്സ് കുറയ്ക്കാൻ. ഒന്ന്, നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഡിമാൻഡ്സിനെ കൊണ്ടുവരാം. രണ്ടാമത്തത്, നമ്മുടെ ഡിമാൻഡ്സ് വളരെ വലുതാണ്, നമ്മൾക്കത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കൊരു ഓപ്ഷനുണ്ട്, നമ്മുടെ പൊട്ടൻഷ്യൽ വർദ്ധിപ്പിക്കണം. ഇത് ഒന്ന് മനസ്സിലാക്കിയാൽ സംഘർഷങ്ങളെ നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഇത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ പൊട്ടൻഷ്യൽ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ്സ് കുറയ്ക്കുക. സംഘർഷങ്ങൾ കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാണ് പൊട്ടൻഷ്യൽ വർദ്ധിപ്പിക്കുന്നത്? നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.